1 ലക്ഷം രൂപ കൈക്കൂലി ചോദിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലെ CPIM കൌൺസിലർ റോഡ് അറ്റകുറ്റപ്പണിക്ക് പണം പാസ്സായതോടെയാണ് നാട്ടുകാരോട് കൈക്കൂലി ചോദിച്ചത്. ഉപഭോക്താക്കൾ എന്ന വ്യാജേന റിപ്പോർട്ടർ സംഘം കൌൺസിലർ B രാജേന്ദ്രനെ വിളിച്ചപ്പോൾ ഞങ്ങളോടും പണം വാങ്ങി. 5000 രൂപ കൈക്കൂലി വാങ്ങുന്ന ദൃശ്യങ്ങളും കൈക്കൂലി ചോദിക്കുന്ന ശബ്ദ സന്ദേശവും റിപ്പോർട്ടർ പുറത്തുവിടുന്നു. റിപ്പോർട്ടർ SIT ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് സഖാവ് രാജേന്ദ്രൻ. മുട്ടത്തറ CPIM കൗൺസിലറാണ്. മുട്ടത്തറയിൽ 12 ലക്ഷം രൂപ ചെലവിൽ 20 പേർ ഉപയോഗിക്കുന്ന റോഡ് ഇന്റർലോക്ക് പാകി നന്നാക്കാൻ പണം അനുവദിച്ചു. പണം അനുവദിച്ച് പണിയും തുടങ്ങിയതിന് പിന്നാലെ കൗൺസിലർ പ്രദേശവാസികളെ പണം ആവശ്യപ്പെട്ട് ഇതുപോലെ ബുദ്ധിമുട്ടിച്ചു തുടങ്ങി. കൂടെ ഭീഷണിയുമുണ്ട്. നമ്മൾ ആ ഉദ്ദേശിച്ചതിനേക്കാൾ ഒരുപാട് എമൗണ്ട് അത് എന്റെ കുഴപ്പമാണ്. അവിടെ 12 ലക്ഷം രൂപ ഞാൻ അവിടെ നിന്ന് പാസ്സായി കൊണ്ടുവന്നു. അത് എന്റെ കുഴപ്പമാണ്. ഇല്ലാത്ത മുറയോട് എന്റെ അടുത്ത് കാണിക്കില്ല. എല്ലാവർക്കും പറഞ്ഞു. പ്രദേശവാസികൾ പറയുന്നത് ശരിയാണോ എന്നറിയാൻ അവിടുത്തെ ഒരു ഭൂവുടമയായ പേരൂർക്കട സ്വദേശി സുരേഷ് എന്ന വ്യാജേന ഞങ്ങൾ കൗൺസിലർ രാജേന്ദ്രനെ വിളിച്ചു. എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും കൂടി നിങ്ങൾ ആവശ്യപ്പെട്ട് ഒന്നല്ലേ അന്ന് സഖാവ് ചോദിച്ചത്? 1 ലക്ഷമല്ലേ ചോദിച്ചത്? 1 ലക്ഷം രൂപ തന്നെ വേണം അല്ലേ നമുക്ക്? കൗൺസിലർ പറഞ്ഞതനുസരിച്ച് ഇന്നലെ വൈകിട്ട് ഞങ്ങൾ നിർമ്മാണം നടക്കുന്ന റോഡിലെത്തി. ഒട്ടും വൈകിയില്ല. 5 മിനിറ്റ് കൊണ്ട് രാജേന്ദ്രൻ സ്കൂട്ടറിൽ എവിടെ നിന്നോ പറന്നെത്തി. കാര്യങ്ങളെല്ലാം സംസാരിച്ചു. താൻ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് പണം അനുവദിച്ചതെന്നും മേയറെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യിക്കാനടക്കം വലിയ ചെലവുണ്ടെന്നും കൂട്ടത്തിൽ പറഞ്ഞു കളഞ്ഞു. നേരത്തെ ഇവരിൽ നിന്ന് 30,000 രൂപ വാങ്ങിയ കൗൺസിലർ പക്ഷേ 10,000 മാത്രമാണ് തന്നതെന്ന് ഇടയിലൊരു കള്ളവും പറഞ്ഞു. അങ്ങനെ പേരൂർക്കടയിലെ സുരേഷ് എന്ന എൻ്റെ കയ്യിൽ നിന്ന് 5000 രൂപ അഡ്വാൻസായി വാങ്ങി. 500-ന്റെ 10 നോട്ടുകൾ എണ്ണിക്കൊടുത്തപ്പോൾ ബാക്കി 45,000 വൈകാതെ തരണമെന്നും പറഞ്ഞാണ് കൈകൊടുത്ത് പിരിഞ്ഞത്. വീഡിയോ ജേർണലിസ്റ്റ് വിനയൻ രാജിനൊപ്പം റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.